സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സാറേ, ആ നിൽക്കുന്നവനെ തമ്പാനൂർ മനോജ്. ഓഹോ, അപ്പൊ ഇവനാണ് സ്ഥിരം കക്ഷി അല്ലേ? പാവ മനുഷ്യനാ, ഉള്ള കാര്യം പറയാലോ, ഇതുവരെ ആരെയും പറ്റിച്ചിട്ടില്ല. കള്ളു വിൽക്കുന്നവനെ ഇത്രയൊക്കെ പുകഴ്ത്തിയത് മതിയടാ. വിവേകെ ചെല്ല്, അയാളെ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുക എന്ന് പറഞ്ഞാ അപ്പൊ ഇത്രയും നേരം പറഞ്ഞൊന്നും നിന്റെ തലയിൽ കയറിയില്ലേ? സൂര്യ സാറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്നാ പറഞ്ഞു നടക്കുന്നത്. എന്നിട്ടും സൂര്യ സാറിനെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നില്ല. അയ്യോ നന്ദിനി, എന്നാ പോയിട്ട് വാ. ഓക്കെ. ഈ കുടിയന്മാരും കൂട്ടുകുടിയന്മാരും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമാണ്. ഇവൻ ചതിക്കോ മോളെ? വിവേക് പാവാ. സാറേ, സൂര്യ സാർ വന്നില്ലേ? ഇല്ല. സാധനം സാറിനെ ഏൽപ്പിച്ചാൽ മതിയോ? അതൊക്കെ പറയാം. താൻ ആദ്യം എൻ്റെ കൂടെ ഒന്ന് വാ. എങ്ങോട്ടാ സാറേ? ആ വണ്ടിയിലൊരു പാർട്ടി ഉണ്ട്. തനിക്ക് ഗുണമുള്ള കേസാ. ആണോ? എന്നാ വരാം സാറേ. വഴിവെക്കിൽ വെച്ചിട്ട് പോകാൻ പറ്റിയ സാധനമല്ല, പൊന്നും വിലയാ. വാ വാ. അയ്യോ സാറോ? നീയാണ് സൂര്യക്ക് മദ്യം സപ്ലൈ ചെയ്യുന്നത് അല്ലേ? അയ്യോ എന്റെ പൊന്നു സാറേ, വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്തു പോകുന്നതാ. ഒന്നും ചെയ്യരുത്. ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ നിനക്കൊരു കുഴപ്പവും വരില്ല. അല്ലെങ്കിൽ അറിയാലോ, കമ്മീഷണറെ വിളിച്ചു പറഞ്ഞ് ഇന്നത്തോടെ നിന്റെ ഈ കച്ചവടം ഞാൻ പൂട്ടിക്കും. അയ്യോ വേണ്ട സാറേ, സാർ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഇതിപ്പോ ഞാൻ തിരിച്ചുകൊണ്ട് പോണോ? വേണ്ട, സൂര്യ സാറിന് കൊണ്ടുവന്നല്ലേ, അത് സൂര്യ സാറിന് തന്നെ കൊടുത്തോ. പക്ഷെ ഒരു 10 മിനിറ്റ് അത് ഞങ്ങളുടെ കയ്യിൽ തരണം. അതെന്തിനാ? അത് നീ അറിയണ്ട. എന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സാറ് പറയുന്ന കേൾക്കുന്നതാ നല്ലത്. സാറേ, എനിക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ? ഒരു കുഴപ്പവും വരില്ല. 10 മിനിറ്റിന് ശേഷം ഈ മദ്യം ഞങ്ങൾ നിനക്ക് തിരിച്ചു തരാം. അത് സൂര്യക്ക് കൊടുത്ത് നീ പണം വാങ്ങിച്ചോ. പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് നീ കൂടെ നിന്നതിന് ഇതും വെച്ചു. ഇത് കൊള്ളാലോ സാറേ. മദ്യം കൊടുത്ത സൂര്യ സാർ പണം തരും, 10 മിനിറ്റ് വാടകയ്ക്ക് എന്നാ സാറും തരും. ഇതാ പിടിച്ചോ സാറേ. വിവേക് സാറേ, ആക്ച്വലി എന്താ സംഗതി? തനിക്ക് വാ, പറയാം. വാ.